ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്താ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൈക്രോ കമ്പ്യൂട്ടർ എന്താ ഒരു ബ്ലോക്ക് ഡയഗ്രാമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഓരോ കമ്പോണൻസിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. IO ഡിവൈസസ് അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. IO ഡിവൈസസ് എന്തിനു വേണ്ടിയിട്ടാണ്? ദ IO സെക്ഷൻ അലോസ് ദ കമ്പ്യൂട്ടർ ടു ടേക്ക് ഡാറ്റ ഫ്രം ഔട്ട്സൈഡ് വേൾഡ് ഓർ സെൻഡ് ഡാറ്റ ടു ഔട്ട്സൈഡ് വേൾഡ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഡാറ്റാസ് ടേക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ അത് സെൻഡ് ചെയ്യുക ഔട്ട്സൈഡ് വേൾഡിലേക്ക് സെൻഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കീബോർഡിലൂടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അത് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അതാണ് IO, ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ദ ആക്ച്വൽ ഫിസിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു ഇൻ്റർഫേസ് ദ കമ്പ്യൂട്ടർ ബസ്സസ് ടു എക്സ്റ്റേണൽ സിസ്റ്റംസ് ആർ ഓഫൺ കോൾഡ് ആസ് പോർട്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പോർട്ട്, പിന്നും പോർട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? ഈ പോർട്ട് എന്തിനാ? ഒരു ഫിസിക്കൽ ഡിവൈസാണ്, അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നൊരു ഫിസിക്കൽ ഡിവൈസാണ്. എന്തിനു വേണ്ടിയിട്ട്? എക്സ്റ്റേണൽ സിസ്റ്റംസിനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസസിനെ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ബസ്സസൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് യൂസ് ചെയ്യുന്നത്. അത് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഇൻപുട്ട് പോർട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട്. ഇൻപുട്ട് പോർട്ട് എന്തിനാ? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീബോർഡിലൂടെ ഡാറ്റാസ് റീഡ് ചെയ്തിട്ട് എന്തിലേക്ക് കൊടുക്കാൻ? സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അലോസ് ഡാറ്റ ഫ്രം എ കീബോർഡ് ഓർ സം അതർ സോഴ്സ് ടു ബി റീഡ് ഇൻ ടു ദി കമ്പ്യൂട്ടർ. കീബോർഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻപുട്ട് ഡിവൈസസിലൂടെ നമ്മൾ ഡാറ്റാസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് പോർട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പോർട്ട് എന്തിനാ? യൂസ്ഡ് ടു സെൻഡ് ഡാറ്റ ഫ്രം കമ്പ്യൂട്ടർ ടു അതർ പെരിഫറൽസ് സച്ച് ആസ് വീഡിയോ ഡിസ്പ്ലേ, പ്രിൻ്റർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നിട്ട് ഉള്ള ഡാറ്റ എന്ത് ചെയ്യാൻ? ഔട്ട്സൈഡിൽ പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് പോർട്ട്. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണ് പോർട്ട്. ഇപ്പോൾ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ എന്തൊക്കെ? വീഡിയോ ഡിസ്പ്ലേ നമുക്ക് കാണാൻ വേണ്ടി, അതൊക്കെ ഔട്ട്പുട്ട് സോഴ്സ് ഡിവൈസസ് ആണ്, പ്രിൻ്റർ, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് പോർട്ടും ഇൻപുട്ട് പോർട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മെമ്മറി. നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് നോക്കുക നിങ്ങൾ. അതിൽ മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മിക്സ്ചർ ഓഫ് എ റാം ആൻഡ് റോം. മെമ്മറി എന്ന് പറയുന്നത് റാമിൻ്റെയും റോമിൻ്റെയും ഒരു മിക്സ്ചറാണ്. റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി, അതാണ് റാമും റോമും. ഇറ്റ് ഓൾസോ ഹാവ് മാഗ്നറ്റിക് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്സ് ഓർ ഒപ്റ്റിക്കൽ ഡിസ്ക്. റാമും റോമും കൂടാതെ തന്നെ എന്തൊക്കെയുണ്ട്? മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്ക് ഉണ്ട്, ഒപ്റ്റിക്കൽ ഡിസ്ക് ഒക്കെ. രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് വൺ, ടു സ്റ്റോർ ദ ബൈനറി കോഡ്സ് ഫോർ ദ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മൾ കീബോർഡിലൂടെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ബൈനറി കോഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊന്ന്. രണ്ടാമത് എന്തിനാ? ടു സ്റ്റോർ ദ ബൈനറി കോഡ് ഡാറ്റ വിത്ത് വിച്ച് കമ്പ്യൂട്ടർ ഈസ് ഗോയിങ് ടു ബി വർക്കിംഗ്. അതായത് കമ്പ്യൂട്ടർ ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോണത് അതിൻ്റെ ബൈനറി കോഡും കൂടെ എന്ത് ചെയ്യും? ഈ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കും. ഈ രണ്ട് മെയിൻ പർപ്പസിനായിട്ടാണ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. നമ്മളെല്ലാവരും ഫെമിലിയർ ആണ്, അല്ലേ? CPU എന്തിനു വേണ്ടിയിട്ടാണ്? ദ CPU ഫെച്ചസ് ബൈനറി കോഡഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി, decode the instruction into a series of actions and carries out these actions in a sequence of steps. അതായത് നമ്മുടെ മെമ്മറിയിൽ നിന്ന്, മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസൊക്കെ ഫെച്ച് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ എ സീരീസ് ഓഫ് ആക്ഷൻസ്. അത് എന്തൊക്കെ ആക്ഷൻസ്? ഇപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതിനെന്താ? ഡീകോഡ് ചെയ്യും, അല്ലേ? നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവില്ല, സിസ്റ്റത്തിന് മനസ്സിലാവില്ല. സോ അതിനെ ഡീകോഡ് ചെയ്യുന്നതൊക്കെ ആരാണ്?
ഈ CPU ആണ് അല്ലേ. എന്നിട്ട് എന്തൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇതാണ് ക്യാരി ചെയ്യുന്നത്. ഈ CPU ആണ് ക്യാരി ചെയ്യുന്നത്. Then the CPU contains an address counter and general purpose register. CPUവിൽ മെയിനായിട്ട് 2 രജിസ്റ്റേഴ്സ് ആണ്. ഒന്ന് അഡ്രസ് കൗണ്ടറിനെ ഇൻസ്ട്രക്ഷൻ പോയിൻ്റ് രജിസ്റ്റർ എന്ന് കൂടെ പറയും. ആൻഡ് ജനറൽ പർപ്പസ് രജിസ്റ്റർ, അത് രണ്ടുമാണ് നമ്മൾ CPUവിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്. അതിൽ അഡ്രസ് കൗണ്ടർ എന്തിനാ? ഹോൾഡ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ ഐറ്റം ടു ബി ഫെച്ച്ഡ് ഫ്രം മെമ്മറി. അതായത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ അതിൻ്റെ അഡ്രസ്സാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത്, ദ ഡാറ്റ ഐറ്റം ടു ബി ഫെച്ച്ഡ് ഫ്രം മെമ്മറി, മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യേണ്ട ഡാറ്റ ഐറ്റത്തെയാണ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയും പറയാം. ഈ അഡ്രസ് കൗണ്ടർ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്താ, ഡാറ്റ ഐറ്റം ടു ബി ഫെച്ച്ഡ് ഫ്രം മെമ്മറി, മെമ്മറിയിൽ നിന്ന് എന്ത് ഡാറ്റയാണോ ഫെച്ച് ചെയ്യേണ്ടത് അത് ഹോൾഡ് ചെയ്യും. ഓക്കെ. ദെൻ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്തിനാ? യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ബൈനറി ഡാറ്റ. ബൈനറി ഡാറ്റാസിൻ്റെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഒഴിവാക്കാം. ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. ഓക്കെ. ദെൻ അഡ്രസ് ബസ്, നമുക്കറിയാം ഫിഗറിൽ അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ് ആ ഡയഗ്രത്തിലുണ്ടായിരുന്നു. അതിൽ അഡ്രസ് ബസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ അഡ്രസ് ബസ് കൺസിസ്റ്റ് ഓഫ് n പാരലൽ സിഗ്നൽ ലൈൻസ്. ഈ അഡ്രസ് ബസ്സിൽ എന്തുണ്ട്? n എന്ന് പറയുന്ന ജസ്റ്റ് ഒരു സംഖ്യ, അത് എത്രയാവാം, n പാരലൽ സിഗ്നൽ ലൈൻസ് ഉണ്ട്. ഓക്കെ. Then on these lines the CPU sends out the address of the memory location that is to be written or read from. അതായത് ഈ ലൈൻസിലേക്ക് എന്താ, CPU എന്ത് ചെയ്യുന്നുണ്ട്? അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ, നമുക്ക് റീഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ, എല്ലാം മെമ്മറിയിൽ കൂടെയല്ലേ ഡാറ്റാസ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒന്നെങ്കിൽ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യാനായിരിക്കും ഡാറ്റ, അല്ലാന്നുണ്ടെങ്കിൽ ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുന്നു? CPU ഈ അഡ്രസ് ബസ് അല്ലെങ്കിൽ ഇതിലുള്ള സിഗ്നൽ ലൈൻസ് എന്ന് പറഞ്ഞു, അതിലേക്ക് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. ദെൻ എന്താ, ദ നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ദാറ്റ് ദ CPU ക്യാൻ അഡ്രസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ്. അതായത് നമ്മൾ CPUവിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല മെമ്മറി ലൊക്കേഷൻസ്, അതിനെ ആരാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ്. എത്ര അഡ്രസ് ലൈൻസ് ഉണ്ടോ അതനുസരിച്ചാണ് ഈ മെമ്മറി ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇഫ് ദ CPU ഹാസ് n അഡ്രസ് ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താണ്, ഡയറക്റ്റ്ലി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്ത്, 2n മെമ്മറി ലൊക്കേഷൻസ് അല്ലേ. ഇപ്പോൾ n എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 4 ആണെന്നുണ്ടെങ്കിൽ, 2 ആണെന്ന് ഇപ്പോൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ 2n എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ 2 ആണ്. 2 ആണെന്നുണ്ടെങ്കിൽ 2 എന്താ, 4 മെമ്മറി ലൊക്കേഷൻസിനെ നമുക്ക് ആ സമയത്ത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നാണ്, CPUവിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതാണ് ആ n അഡ്രസ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര അഡ്രസ് ലൈൻസ് ഉണ്ടോ അത്രയും നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി ലൊക്കേഷൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. 2n ആണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then when the CPU reads data from or write data to a port, it sends port address out on the address bus. അതായത് നമ്മളിപ്പോൾ ഒരു പോർട്ടിൽ നിന്ന് ഡാറ്റ എന്ത് ചെയ്യാണ്, ഒന്നെങ്കിൽ റീഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞു ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോർട്ടിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഡാറ്റ അതിലേക്ക് റൈറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. CPU ഒന്നെങ്കിൽ റീഡ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം. ആ സമയത്ത് എന്താ, ഇറ്റ് സെൻസ് പോർട്ട് അഡ്രസ് ഓൺ ദ അഡ്രസ് ബസ്. സോ അപ്പോൾ ഈ അഡ്രസ് ബസ് എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ഇറ്റ് സെൻസ് പോർട്ട് അഡ്രസ്സ്. CPU എന്ത് ചെയ്യും, ഏതെന്നാണോ റീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പോർട്ടിൽ നിന്നാണോ റൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, ഈ അഡ്രസ് ബസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ?
ഏതാണോ നമുക്ക് അഡ്രസ്സ് അല്ലെങ്കിൽ ആക്സസ് ചെയ്യേണ്ട പോർട്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ് ബസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് ഡാറ്റ ബസ്സാണ് പറയുന്നത്. ഡാറ്റ ബസ് നമുക്കിപ്പോൾ ഈ ബസ്സസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റൂട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ റോഡാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബസ് വഴിയാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്ത് വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാത്താണ് ഇതുപോലെ തന്നെ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബസ്സിലൂടെയാണ് എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം പാസ് ചെയ്യുന്നത്. ഒരു സിഗ്നൽ രീതിയിലാണ് പാസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ബസ്സസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാ ഒരു റോഡ് വേ തന്നെ നിങ്ങൾ മനസ്സിൽ കാണുക. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ഈ വഴിയിൽ കൂടെയാണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ ബസ്. ഡാറ്റ ബസ് എന്തിനാ? ദ ഡാറ്റ ബസ് കൺസിസ്റ്റ് ഓഫ് n പാരലൽ സിഗ്നൽ ലൈൻസ്. ഇതിലും അതുപോലെ തന്നെ എന്താ n പാരലൽ സിഗ്നൽ ലൈൻസ് ആണ്. പാരലൽ സീരിയൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പാരലൽ ആയിട്ടാണ് ഇതിൽ സിഗ്നൽ ലൈൻസ് ഉള്ളത്. സോ ദ ഡാറ്റ ബസ് ലൈൻസ് ആർ ബൈ ഡയറക്ഷണൽ. ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് ഡയറക്ഷൻ, അങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ടും. ഇപ്പോൾ നമ്മൾ റോഡാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റോഡിലൂടെ നമുക്ക് അങ്ങോട്ടും പാസ് ചെയ്യാം, അതുപോലെ തന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കും പാസ് ചെയ്യാം അല്ലേ? അതാണ് ഈ ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ദ CPU ക്യാൻ റീഡ് ഡാറ്റ ഇൻ മെമ്മറി ഓർ ക്യാൻ സെൻഡ് ഡാറ്റ ഔട്ട് ടു മെമ്മറി. അതായത് CPU എന്ത് ചെയ്യാം? ഒരേ സമയത്ത് തന്നെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ സെൻഡ് ഡാറ്റ ടു മെമ്മറിയിലേക്ക് ഡാറ്റാസ് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാനും പറ്റും. അവിടെ നിന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്യാം മെമ്മറിയിൽ നിന്ന്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദെൻ മെനി ഡിവൈസസ് ഇൻ എ സിസ്റ്റം വിൽ ഹാവ് ദെയർ ഔട്ട്പുട്ട്സ് കണക്റ്റഡ് ടു ദി ഡാറ്റ ബസ്. അതായത് ഒരുപാട് ഡിവൈസസ്, സിസ്റ്റത്തിലുള്ള ഒരുപാട് ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യുന്നു? വിൽ ഹാവ് ദെയർ ഔട്ട്പുട്ട്സ് കണക്റ്റഡ് ടു ദി ഡാറ്റ ബസ്. അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്താ? ഈ ഡാറ്റ ബസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ബട്ട് ഓൺലി വൺ ഡിവൈസ് അറ്റ് എ ടൈം വിൽ ഹാവ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇനേബിൾഡ്. അതായത് ഒരേ സമയത്ത് എന്തേ പറ്റുള്ളൂ? ഒരു ഡിവൈസിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇനേബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അറ്റ് എ ടൈമിൽ നമുക്ക് ഒരാൾക്ക് മാത്രമേ അതിലൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഡാറ്റ സിഗ്നൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ബട്ട് ഓൺലി വൺ ഡിവൈസ് അറ്റ് എ ടൈം വിൽ ഹാവ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇനേബിൾഡ്. എന്തെങ്കിലും ഇപ്പോൾ ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ് എ ടൈമിൽ ഒന്ന് മാത്രമേ അവിടെ ഇനേബിൾ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുള്ളൂ. എനി ഡിവൈസ് കണക്റ്റഡ് ഓൺ ദി ഡാറ്റ ബസ് മസ്റ്റ് ഹാവ് 3 സ്റ്റേറ്റ്സ് ഔട്ട്പുട്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ സ്റ്റേറ്റ് ഒക്കെ, അതാണിത്. എനി ഡിവൈസ് കണക്റ്റഡ്, ഡാറ്റ ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിവൈസിന് എന്തായിരിക്കും? 3 സ്റ്റേറ്റ്സ് ഔട്ട്പുട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഔട്ട്പുട്ട്സ് ക്യാൻ ബി ഡിസേബിൾഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് ബീയിങ് യൂസ്ഡ് ടു പുട്ട് ഡാറ്റ ഓൺ ദ ബസ്. അതായത് നമുക്ക് ഔട്ട്പുട്ട്സ് എന്ത് ചെയ്യാം? ക്യാൻ ബി ഡിസേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എപ്പോൾ? വെൻ ഇറ്റ് ഈസ് നോട്ട് ബീയിങ് യൂസ്ഡ്, നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ സെൻഡ് ചെയ്യാത്ത സമയത്ത് നമുക്ക് ആ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ പോർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസേബിൾ ആക്കി വെക്കാം അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ആക്കി വെക്കാം. എല്ലാതും അറ്റ് എ ടൈമിൽ ചെയ്യണമെന്നില്ലല്ലോ. നമ്മൾ ഏത് വർക്കാണോ ചെയ്യുന്നത് ആ സമയത്ത് എന്താ ബാക്കിയുള്ളതിനെ നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്ത് വെക്കാം, അല്ലാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യുന്നതിനെ ആക്റ്റീവ് ആക്കിയിട്ട് വെക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ കൺട്രോൾ ബസ്. അടുത്തത് കൺട്രോൾ ബസ് എന്തിനാ? ദ കൺട്രോൾ ബസ് കൺസിസ്റ്റ് ഓഫ് 4 to n പാരലൽ ലൈൻസ്. 4 മുതൽ n പാരലൽ ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്? കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ CPU സെൻസ് ഔട്ട് സിഗ്നൽ ഓൺ കൺട്രോൾ ബസ് ടു ഇനേബിൾ ദ ഔട്ട്പുട്ട്സ് ഓഫ് അഡ്രസ് മെമ്മറി ഡിവൈസസ് ഓർ പോർട്ട് ഡിവൈസസ്. എന്ന് പറഞ്ഞാൽ എന്താ? ദ CPU സെൻസ് ഔട്ട് സിഗ്നൽസ് ഓൺ കൺട്രോൾ ബസ്. അതായത് CPU കൺട്രോൾ ബസ്സിലേക്ക് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഇനേബിൾ ദ ഔട്ട്പുട്ട്സ് ഓഫ് അഡ്രസ്ഡ് മെമ്മറി. അതായത് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള മെമ്മറി ഡിവൈസ് അല്ലെങ്കിൽ പോർട്ട് ഡിവൈസ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെമ്മറിയാണോ അല്ലെങ്കിൽ ഏത് പോർട്ടാണോ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, ഇനേബിൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
ഈ സി പി യു കൺട്രോൾ സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ദെൻ ടിപ്പിക്കൽ കൺട്രോൾ സിഗ്നൽസ് ആർ, അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ്, കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാ? മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, IO റീഡ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് റീഡും ഔട്ട്പുട്ട് റീഡും വരും. ആൻഡ് IO റൈറ്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് റൈറ്റും ഔട്ട്പുട്ട് റൈറ്റും. ഓക്കെ, ഇത്രയും സിഗ്നൽസാണ് കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടു റീഡ് എ ബൈറ്റ് ഓഫ് ഡാറ്റ ഫ്രം എ മെമ്മറി ലൊക്കേഷൻ, നമുക്ക് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ CPU സെൻസ് ഔട്ട് ദ മെമ്മറി അഡ്രസ് ഓൺ ദ അഡ്രസ് ബസ്, അതായത് ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, അഡ്രസ് ബസ്സിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ സെൻസ് ഔട്ട് എ മെമ്മറി റീഡ് സിഗ്നൽ ഓൺ ദി കൺട്രോൾ ബസ്, എന്നിട്ട് കൺട്രോൾ ബസ്സിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് ആ മെമ്മറി ലൊക്കേഷനാണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സിഗ്നൽ എന്ത് ചെയ്യും, ഈ കൺട്രോൾ ബസ്സിലേക്ക് സെൻഡ് ചെയ്യും. റീഡല്ലേ ചെയ്യുന്നത്, ആ മെമ്മറി ലൊക്കേഷൻസിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്തിലേക്ക് സ്റ്റോർ ചെയ്യും, അഡ്രസ് ബസ്സിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെന്താ, അവിടുന്ന് ഡാറ്റ റീഡ് ചെയ്യുകയാണ് എന്നുള്ളൊരു കൺട്രോൾ സിഗ്നൽ അല്ലെങ്കിൽ റീഡ് സിഗ്നൽ കൺട്രോൾ ബസ്സിലേക്കും സെൻഡ് ചെയ്യും. ദെൻ the memory read signal enables the addressed memory device to output a data word on the data bus. അതായത് നമ്മൾ റീഡ് സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് റീഡ് ചെയ്യാനാണെന്ന് മനസ്സിലായി അല്ലേ, ആ മെമ്മറി ലൊക്കേഷൻ നമ്മൾ റീഡ് ചെയ്തെടുക്കുകയാണെന്ന് മനസ്സിലായി. അതെന്ത് ചെയ്യും, അഡ്രസ് മെമ്മറി ഡിവൈസിന് അല്ലെങ്കിൽ ഏത് മെമ്മറി ഡിവൈസാണോ നമ്മൾ അഡ്രസ്സ് ചെയ്തത് അതിൽ നിന്നുള്ള ഡാറ്റേനെ എന്ത് ചെയ്യും, ഡാറ്റ ബസ്സിലേക്ക് ഔട്ട് ചെയ്യും അല്ലേ. ആദ്യം എന്തൊക്കെ സിഗ്നൽസ് ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, റീഡ് സിഗ്നൽ കൺട്രോൾ ബസ്സിലേക്കും കൊടുത്തു, മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് ബസ്സിലേക്കും കൊടുത്തു. നെക്സ്റ്റ് ആരുടെ റോളാണ്, ഡാറ്റ ബസ്സിൻ്റെ റോളാണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ ഡാറ്റേനെ മെമ്മറി നമ്മൾ അഡ്രസ്സ് ചെയ്ത മെമ്മറി ലൊക്കേഷനില്ലേ, ആ മെമ്മറി ലൊക്കേഷൻസിലെ ഡാറ്റേനെ നമുക്ക് ഡാറ്റ ബസ്സിലേക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താ, ദ ഡാറ്റ വേർഡ് ഫ്രം മെമ്മറി ട്രാവൽസ് അലോങ് ദ ഡാറ്റ ബസ് ടു ദി CPU, എന്നിട്ട് ആ ഡാറ്റ ബസ്സിൽ നിന്ന് എന്ത് ചെയ്യും, അത് CPU എല്ലാ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യുന്നത് ആ ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ആ ഡാറ്റ എന്ത് ചെയ്യും, ആ ബസ്സിലൂടെ അല്ലെങ്കിൽ ഡാറ്റ ബസ്സിലൂടെ ട്രാവൽ ചെയ്തിട്ട് എവിടെ എത്തും, CPU എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബസ്സസിനെ പറ്റി പറയുന്നത്. ഇനി സമ്മറി ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ ബസ് ഓപ്പറേഷൻ, അതായത് ബസ്സസ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടറിൽ ബസ്സസിൻ്റെ യൂസേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എ മൈക്രോ കമ്പ്യൂട്ടർ ഫെച്ചസ് ഈച്ച് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഇൻ സീക്വൻസ് ഡീകോഡ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂട്ട്സ് ഇറ്റ്. അതായത് മൈക്രോ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇൻസ്ട്രക്ഷൻസൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസൊക്കെ ഫെച്ച് ചെയ്തെടുക്കും അല്ലെങ്കിൽ ആക്സസ് ചെയ്യും, റീഡ് ചെയ്യും എന്നൊക്കെ പറയാം, ഫെച്ച് ചെയ്യുന്നതിന്. ആൻഡ് ഡീകോഡ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂട്ട്സ് ഇറ്റ്, അതായത് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെന്താ ഡീകോഡ് ചെയ്യും, അല്ലെങ്കിൽ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഡീകോഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ the CPU in a microcomputer fetches instructions or read data from memory by sending out an address on the address bus and memory read signal on the control bus. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് ഓവറോൾ ചെയ്യാന്ന് കേട്ടോ ഈ പോർഷനിൽ. അതായത് എന്താ, CPU ഫെച്ച് ചെയ്യും എന്ത്, മൈക്രോ കമ്പ്യൂട്ടറിലുള്ള CPU എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എവിടുന്ന് ഫെച്ച് ചെയ്യും, മൈക്രോ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഡാറ്റാസൊക്കെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും അല്ലെങ്കിൽ റീഡ് ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ്, സെൻഡ് ഔട്ട് ആൻ അഡ്രസ് ഓൺ ദി അഡ്രസ് ബസ്, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, അഡ്രസ് ബസ്സിലേക്കും. അതുപോലെ തന്നെ റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീഡ് സിഗ്നൽ, ഇപ്പോൾ റൈറ്റ് ആണ് ഓപ്പറേഷൻ എങ്കിൽ റൈറ്റ് സിഗ്നൽ, അങ്ങനെ ആ റീഡ് സിഗ്നൽ എന്ത് ചെയ്യും, കൺട്രോൾ ബസ്സിലേക്കും സെൻഡ് ചെയ്യും. പിന്നെന്താ ചെയ്യുന്നത്, മെമ്മറി ഔട്ട്പുട്ട്സ് ദ അഡ്രസ്ഡ് ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ വേർഡ് ടു ദി CPU ഓൺ ദി ഡാറ്റ ബസ്. അതായത് അഡ്രസ്സ് ചെയ്ത് നമ്മളൊരു ലൊക്കേഷൻ ഉണ്ടായിരിക്കില്ലേ, ഒരു മെമ്മറി ലൊക്കേഷൻ, അവിടെ നിന്നാണ് റീഡ് ചെയ്യേണ്ടതെന്നുണ്ടായിരിക്കും.
ആ റീഡ് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യും, നേരെ ഡാറ്റാ ബസ്സിലേക്ക് കൊടുക്കും അല്ലേ. ദെൻ എന്താ ചെയ്യുന്നത്, ദ സി പി യു റൈറ്റ്സ് എ ഡാറ്റ വേർഡ് ടു മെമ്മറി. സി പി യു എന്ത് ചെയ്യും, ഡാറ്റ അല്ലെങ്കിൽ ഒരു മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലാണ് കേട്ടോ. നേരത്തെ നമ്മൾ റീഡാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ റൈറ്റിൻ്റെ ഓപ്പറേഷനാണ് പറയുന്നത്. ദ സി പി യു റൈറ്റ്സ് എ ഡാറ്റ വേർഡ് ടു മെമ്മറി സെൻഡിങ് ആൻ അഡ്രസ് ഓൺ ദി അഡ്രസ് ബസ്. റൈറ്റ് ചെയ്യുകയാണെങ്കിലും എന്താ ചെയ്യേണ്ടത്, മെമ്മറിയുടെ അഡ്രസ്സ് എന്ത് ചെയ്യണം, അഡ്രസ് ബസ്സിലേക്ക് സെൻഡ് ചെയ്യണം. ദെൻ എന്താ ചെയ്യുന്നത്, സെൻഡിങ് ഔട്ട് ദി ഡാറ്റ വേർഡ് ഓൺ ദി ഡാറ്റ ബസ്. എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ, നമ്മളൊരു സിഗ്നൽ സെൻഡ് ചെയ്യണം. എന്തിന്, റൈറ്റ് സിഗ്നലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൺട്രോൾ ബസ്സിലേക്കും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്താ, പിന്നെ റൈറ്റ് ചെയ്യേണ്ട ഡാറ്റ എന്തിലേക്ക് സെൻഡ് ചെയ്യും, ഡാറ്റ ബസ്സിലേക്കും സെൻഡ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അഡ്രസ് ബസ്സിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡിങ് ഔട്ട് ദ ഡാറ്റ വേർഡ് ടു ദി ഡാറ്റ ബസ്, ഡാറ്റ ബസ്സിലേക്ക് സെൻഡ് ചെയ്യും. ആൻഡ് സെൻഡിങ് എ മെമ്മറി റൈറ്റ് സിഗ്നൽ, അതിലേക്ക് റൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സിഗ്നൽ ആർക്ക് കൊടുക്കും, കൺട്രോൾ ബസ്സിലേക്ക് കൊടുക്കും അല്ലേ. നേരെ ആദ്യം എന്താ ചെയ്യുന്നത്, അഡ്രസ് ബസ്സിലേക്കും പിന്നെ ഡാറ്റ ബസ്സിലേക്കും കൊടുക്കും. എന്നിട്ട് അത് റൈറ്റ് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ഡാറ്റ ബസ്സിലേക്ക് റൈറ്റ് ചെയ്തു എന്നുള്ള സിഗ്നൽ കൺട്രോൾ ബസ്സിലേക്കും കൊടുക്കും. ദെൻ ടു റീഡ് ഡാറ്റ ഫ്രം എ പോർട്ട്, നമുക്കിപ്പം ഒരു ഡാറ്റ പോർട്ടിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ദ സി പി യു സെൻസ് ഔട്ട് എ പോർട്ട് അഡ്രസ്സ്. നമ്മളിപ്പോൾ ഇത്രയും കാര്യം നേരത്തെ പറഞ്ഞത് മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നതാണ്. ഇനി പോർട്ടിൽ നിന്നുള്ളതാണ് പറയുന്നത്. ദ സി പി യു സെൻസ് ഔട്ട് ദ പോർട്ട് അഡ്രസ് ഓൺ ദി അഡ്രസ് ബസ്. പോർട്ടിൽ നിന്നാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോർട്ടിൻ്റെ അഡ്രസ്സ് എന്താ, അഡ്രസ് ബസ്സിലേക്ക് കൊടുക്കും. ആൻഡ് സെൻസ് IO റീഡ് സിഗ്നൽ ടു ദി പോർട്ട് ഡിവൈസ് ഓൺ ദി കൺട്രോൾ ബസ്. അതായത് പോർട്ട് ഡിവൈസിൽ നിന്ന് റീഡ് സിഗ്നൽ ആർക്ക് കൊടുക്കും, കൺട്രോൾ ബസ്സിലേക്ക് കൊടുക്കും. ദെൻ എന്താ, ഡാറ്റ ഫ്രം ദ പോർട്ട് കംസ് ഇൻ ടു ദ സി പി യു ഓൺ ദി ഡാറ്റ ബസ്. അതായത് ആ പോർട്ടിലേക്ക് വന്നിട്ടുള്ള ഡാറ്റ എന്താണോ അതെന്ത് ചെയ്യും, ഡാറ്റ ബസ്സിലേക്ക് നേരെ എന്ത് ചെയ്യും, റീഡ് ചെയ്തെടുക്കും. അങ്ങനെയാണ് പോർട്ടിലൂടെയുള്ള ബസ്സസിൻ്റെ, അല്ലെങ്കിൽ പോർട്ട് വഴി നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ ബസ്സസിൻ്റെ ആക്ഷൻസ് നടക്കുന്നത്. ഇനി എന്താ, ടു റൈറ്റ് ഡാറ്റ ടു എ പോർട്ട്. ഇനിയിപ്പോൾ ഒരു പോർട്ടിലേക്ക് നമ്മൾ ഡാറ്റ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ പോലെ തന്നെ സി പി യു സെൻസ് ഔട്ട് പോർട്ട് അഡ്രസ് ഓൺ ദി അഡ്രസ് ബസ്. അഡ്രസ് ബസ്സിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഏതാണോ റൈറ്റ് ചെയ്യാൻ പോകുന്ന പോർട്ട് അതിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ദെൻ എന്താ, സെൻസ് ഔട്ട് ദ ഡാറ്റ ടു ബി റിട്ടേൺ ടു പോർട്ട് ഓൺ ദി ഡാറ്റ ബസ്. അതായത് നമ്മൾ എന്ത് ഡാറ്റയാണോ റൈറ്റ് ചെയ്യേണ്ടത് ആ ഡാറ്റ എന്താ, അഡ്രസ് ബസ്സിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ദെൻ ആൻഡ് സെൻസ് ആൻഡ് IO റൈറ്റ് സിഗ്നൽസ് ടു ദ പോർട്ട് ഡിവൈസ് ഓൺ ദി കൺട്രോൾ ബസ്. എന്നിട്ട് എന്ത് ചെയ്യും, റൈറ്റ് ചെയ്തു. IO റൈറ്റ് ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് അല്ലേ, റൈറ്റ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നൽ, IO റൈറ്റ് സിഗ്നൽ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, പോർട്ട് ഡിവൈസിൻ്റെ കൺട്രോൾ ബസ്സിലേക്ക് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. താങ്ക് യു.